കേരള ഡിജിറ്റൽ സർവകലാശാല കരട് ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. 2021 കേരള ഡിജിറ്റൽ സർവകലാശാല ആക്ടിലെ VC നിയമന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി വൈസ് ചാൻസലറെ നിയമിക്കും. ഓർഡിനൻസ് ഗവർണറുടെ അംഗീകാരത്തിന് അയക്കും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കേരള ഡിജിറ്റൽ സർവകലാശാല കരട് ഓർഡിനൻസിന് നിലവിൽ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എങ്ങനെയാണ്? സുപ്രീം കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ താൽക്കാലിക VC വരെ വീണ്ടും പുനർനിയമിക്കുന്ന ഒരു നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് സർക്കാർ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ അടുത്ത് പോയെങ്കിലും മന്ത്രിമാരടക്കം ചർച്ച നടത്തിയെങ്കിലും ഗവർണർ വഴങ്ങിയിട്ടില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ VC-യായി പുനർനിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ഉണ്ടായത്. അങ്ങനെ ഗവർണർ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് അതിനെതിരെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്ന ഒരു ലക്ഷ്യം കൂടി വെച്ചാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു ഓർഡിനൻസുമായി രംഗത്ത് വരുന്നത്. ഇത് സുപ്രീം കോടതിയുടെ വിധികൾക്കും UGC ചട്ടങ്ങൾക്കും അനുസൃതമായാണ് ഈ ഭേദഗതികൾ എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാലയുടെ 2021 ആക്ടിലെ വ്യവസ്ഥകളാണ് സർക്കാർ ഇതിലൂടെ ഭേദഗതി ചെയ്യുന്നത്. ആക്ടിലെ 11-ാം വകുപ്പിന്റെ 3, 4, 6 ഉപവകുപ്പുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UGC ചട്ടങ്ങൾക്കും സുപ്രീം കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നത് എന്നുള്ളതാണ് സർക്കാർ ഈ ഭേദഗതി ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ടുള്ള ഈ ഓർഡിനൻസിന് അംഗീകാരം നൽകിക്കൊണ്ടിട്ടായിട്ടുള്ള വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇത് ഗവർണറുടെ അംഗീകാരത്തിന് വിടുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ ഓർഡിനൻസിന് ഗവർണറുടെ നിലപാട് എന്താകുമെന്നുള്ളതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വരും ദിവസങ്ങൾ അതുവരെ ചർച്ചയുമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. താൽക്കാലിക VC വരെ 6 മാസത്തേക്ക് നിയമിച്ചിരിക്കുന്ന ഗവർണറുടെ നടപടി ഒരു വശത്ത്, ഇനിയിപ്പോൾ VC നിയമനത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തിട്ടുള്ള പുതിയ ഓർഡിനൻസ് അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടി ഒരു വശത്ത്. അങ്ങനെ VC നിയമനവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഡിജിറ്റൽ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക്, കൂടുതൽ രാഷ്ട്രീയ സംവാദങ്ങൾക്കൊക്കെ വഴി തെളിയിക്കുന്നതാണ് സർക്കാരിന്റെ ഈ നീക്കം. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.